രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയെ ആക്ഷേപിച്ച് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് രംഗത്ത് വന്നു. അല്പം മുമ്പാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തതിന്റെ പ്രശ്നമാണിതെന്നും മൂന്നാം പരാതിയിലും അസ്വാഭാവികതയുണ്ടെന്നും FBയിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. പ്രതിസന്ധി നേരിടാൻ അതിജീവിതയ്ക്ക് മനക്കരുത്തുണ്ടാകട്ടെ അവനൊപ്പം എന്ന പോസ്റ്റിൽ വ്യക്തമാക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പമോ അല്ല, സത്യത്തിനൊപ്പമാണ്. സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല, മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി. തീർച്ചയായിട്ടും അതിജീവിതയ്ക്കും ഇര അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുക, അല്ലാതെ ഇപ്പോൾ വേറെ ആർക്കൊപ്പം നിൽക്കുക. പക്ഷെ നമ്മൾ ഈ ഇര എന്നുള്ള പ്രയോഗം ഒഴിവാക്കണം തോന്നുന്നു. ഒരു സ്ത്രീയെ നമ്മൾ ഇര എന്ന് പറയാൻ പാടുണ്ടോ? ഇരയും വേട്ടക്കാരനും നമ്മൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകളാണിതൊക്കെ. അതല്ലാതെ നമ്മുടെ ലീഗൽ ലാംഗ്വേജ് ഇതാണോ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഇരയും ഇര, വേട്ടക്കാരൻ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇര എന്നുള്ള പദം ഒഴിവാക്കുക. അതൊക്കെ അത്ര സുഖമുള്ള പദങ്ങളല്ല. അതിജീവിത കുറച്ച് വളരെ അന്തസ്സോടെ വളരെ അഭിമാനത്തോടുകൂടി ഉപയോഗിക്കാവുന്ന ഒരു പദം തന്നെയാണ് അതിജീവിത. ഇര എന്നുള്ള പദത്തോട് വ്യക്തിപരമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. വ്യക്തിപരമായി അത്തരത്തിലുള്ളൊരു പ്രയോഗത്തോട് താല്പര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അഭിമാനക്ഷതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ടാമതൊരു ചോദ്യത്തിനോ ഒന്നും പ്രസക്തിയില്ല ആർക്കൊപ്പമാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇരയാര് എന്നുള്ളൊരു ചോദ്യം ചിലത് സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ലെറ്റ് us see. നമുക്കൊരു കേസിന്റെ വിധി വരാതെ, കേസിന്റെ വിധിന്യായങ്ങൾ പൂർത്തിയാകാതെ, അതിന്റെ പ്രൊസീഡിങ്സ് പൂർത്തിയാകാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കണോ അവനൊപ്പം നിൽക്കണോ എന്നുള്ളതല്ല, സത്യത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ആശയം. അതുകൊണ്ട് സത്യമേ ജയിക്കും, സത്യം ജയിക്കട്ടെ. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ശ്രീനാദേവി കുഞ്ഞമ്മ നമുക്കറിയാം അടുത്ത കാലത്തായി CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് അവിടെ പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. അവർ നേരത്തെയും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പലപ്പോഴും അഭിപ്രായം നടത്തി കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ അഭിപ്രായ പ്രകടനം അത് എന്താണ്? കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും രാഹുലിന് പീഡന കേസ് വന്ന സമയത്ത് രാഹുലിനെ അനുകൂലിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ വന്നിരുന്നു. അന്ന് CPIയിലായിരുന്നു. അതിനുശേഷമാണ് പാർട്ടി നടപടിയിലൊക്കെ ശേഷം പിന്നീട് കോൺഗ്രസിലെത്തുകയും പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന ഫേസ്ബുക്ക് വഴി തന്റെ നിലപാട് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുലിനെ പിന്തുണച്ചാണ്. നിഷ്പക്ഷമായി പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം. ഒരുപക്ഷെ രാഹുലിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇരയെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന രീതിയിൽ നിഷ്പക്ഷമായി പറയുമ്പോഴും രാഹുലിനൊപ്പം എന്നുള്ളൊരു സൂചന ആ വാക്കുകളിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആദ്യം രാഹുലിന്റെ സമാനമായ രീതിയിൽ പീഡന കേസ് വന്നപ്പോൾ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ വന്നിരുന്നു. എന്തായാലും അതിജീവന മനക്കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇല്ലാക്കഥ ഉണ്ടാക്കിയാണ് മാധ്യമങ്ങളുടെ അജണ്ട എന്നും കുറ്റപ്പെടുത്തുന്നു. പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരാതിയിൽ അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യം കൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. പരാതിക്കാരിക്കെതിരെയും ആക്ഷേപമുണ്ടെന്നും പറയുന്നു. ഈ നമ്മളിപ്പോൾ വിഷ്വലിൽ കാണിച്ചിട്ട് ആ ഫേസ്ബുക്കിൽ കുറച്ചുകൂടി പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പരാമർശിക്കുന്നതായിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ പിന്തുണച്ചുള്ളൊരു പോസ്റ്റ് നിലയ്ക്ക് തന്നെയാണ് നമുക്കിതിനെ കാണേണ്ടത്. ആദ്യ പീഡന കേസിലും സമാനമായ രീതിയിൽ രാഹുലിനെതിരെ വന്നപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. അത് പാർട്ടിക്കാർ പിന്നീട് വിലക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അതിനുശേഷം അഭിപ്രായ വ്യത്യാസമൊക്കെ തുടർന്നാണ് പിന്നീട് ശ്രീനാദേവി കുഞ്ഞമ്മ CPIയിൽ നിന്നും പുറത്തു പോവുകയും രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസിലെത്തുകയും കോൺഗ്രസിന്റെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം എല്ലാം രാഹുലിനെ തള്ളിപ്പറയുമ്പോഴും രാഹുലിന് ഇത് അനുകൂലമായ ഒരു നിലപാടും എടുക്കാതെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, പിന്നെ പുറത്താക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിൽപ്പെട്ട ശ്രീനാദേവി കുഞ്ഞമ്മ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടുപേരുടെ വിഷയം ഇരയോടൊപ്പവും അതുപോലെ തന്നെ രാഹുലിനൊപ്പം എന്ന് രണ്ട് രീതിയിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു വെക്കുന്നത്.
ഫേസ്ബുക്കിന്റെ പോസ്റ്റ് നമുക്കത് ഫുൾ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഇത്തരം ഒരു പ്രസ്താവന ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇത് സംബന്ധിച്ച് ഇനി പ്രതികരിക്കേണ്ടത്. എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് വ്യക്തമാവുകയുള്ളൂ. തീർച്ചയായും രാഹുലിനൊപ്പം അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം എന്നുള്ള വ്യക്തമല്ലാത്ത രീതിയിലാണ് പറയുന്നതെങ്കിലും മുൻപും ഈ രാഹുലിനെ പിന്തുണച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും രാഹുലിന്റെ പിന്തുണ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്തെ, തീർച്ചയായും ശ്രീനാദേവി കുഞ്ഞമ്മ CPIയിൽ നിന്ന് കോൺഗ്രസിലെത്തി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു, വിജയിച്ചു. നേരത്തെയും രാഹുൽ ഈ വിഷയത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 2 പരാതി വന്നപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനൊപ്പം നിലയുറപ്പിച്ച ഒരാളാണ്. ഇപ്പോൾ അതേ നിലപാട് അവർ ആവർത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ടിൽ രാഹുൽ ഈശ്വർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. തിരുവനന്തപുരം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അറസ്റ്റ് അനിവാര്യമെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിലെ പരാമർശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.